നമസ്കാരം. റിപ്പോർട്ടർ ചാനലിലെ ചർച്ച കാണുക. സതീശ ചങ്കനെ ന്യായീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്മൃതീശൻ വെള്ളം കുടിച്ചു. സതീശൻ്റെ നുണകളുടെ ഭാണ്ഡക്കെട്ട് അരുൺകുമാർ അങ്ങ് മൊത്തത്തിൽ അഴിച്ചെടുത്ത് അങ്ങ് പുറത്തിട്ടപ്പോൾ സ്മൃതീശൻ നിരായുധയായിപ്പോയി. നിരായുധയായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നാട്ടുകാർ ആ കാപട്യം തൻ്റെ പരിപാടിയിലൂടെ എല്ലാം കേൾക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഒന്നും പറയാനില്ല, വെള്ളം എടുത്തങ്ങ് കുടിക്കുന്ന ദൃശ്യം കണ്ടേ. ഗുന്നായ്മയുമായിട്ട് ഇല്ലാത്ത ആരോപണം ഇന്ന് ഉന്നയിച്ചുകൊണ്ട് വരും. ഇത് അവരുടെ തൊഴിലാണ്, ശീലമാണ്. ഒറ്റ കാര്യം, അതെ 1-ാം തീയതി 178 പേർക്ക് വീട് കൊടുക്കും. ഒറ്റ വീടിന് തറക്കല്ലിടാത്ത കോൺഗ്രസ് അതിലും കുറ്റം പറയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പരിപാടികളോട് യോജിക്കാനല്ല. കപ്പല് പോയിട്ട് ഒരു ബോട്ട് പോലും വരില്ല. അവിടെ ക്രെയിൻ വരുമ്പോ ഉദ്ഘാടനം നടത്തുകയാണെന്ന് പറഞ്ഞ അതേ പ്രതിപക്ഷ നേതാവ് ചിരിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ പോയി ഉദ്ഘാടനത്തിന് നിൽക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ഇവരുടെ തൊഴിലാണ്. പ്രതിപക്ഷം എന്നാൽ എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമായി കേരളത്തിലെ പ്രതിപക്ഷം അതമ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഭരണത്തിൽ തുടരണ്ട എന്ന് കഴിഞ്ഞ 2021 കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞത് കണ്ടല്ലോ. ഇപ്പോ വയനാട് നമ്മൾ ദുരിതബാധിതർക്ക് 25-ാം തീയതി വീട് കൊടുക്കാൻ പോവാണ്. ആ വീട് കൊടുക്കുന്ന സന്ദർഭത്തിലും എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിനെ കുറ്റം പറയും. ഇന്ന് വരെ കല്ലിട്ടിട്ടില്ല. മര്യാദയ്ക്ക് 3.5 സെന്റ് വെച്ചിട്ട് ഒരാൾക്ക് കൊടുക്കാനുള്ള പ്രോപ്പർട്ടിക്ക് അപ്പുറം, കാര്യം 100 വീടാണ്. 3.5 ഏക്കർ എന്ന് പറഞ്ഞാൽ വഴിയും പോയിട്ട് ഒരാൾക്ക് 2 സെന്റ് തികച്ച് കൊടുക്കാൻ പറ്റിയ ഭാഗ്യമായി. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നിട്ടും സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറ്റം പറയുകയാണ്. ഈ അടുത്ത ദിവസം തന്നെ സ്മൃതീശൻ്റെ ഒരു പ്രത്യേക അഭിമുഖം വന്നിരുന്നു. ആ അഭിമുഖമായിട്ടും പച്ച നുണ പറഞ്ഞതിനെയും അരുൺകുമാർ ഒന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അവിടെയും കിടന്നൊന്ന് ഉരുളുകയാണ്. കാര്യം മൊത്തത്തിൽ ഈ പറയുന്ന കാപട്യങ്ങൾ കാണിച്ചും മെഴുകിയും ഒരു കപടനെ ഈ നാട്ടിൽ വെള്ളപൂശി ഇറക്കുക, അതിൻ്റെ വാഷിംഗ് മെഷീനായിട്ടാണ് നിലവിൽ സ്മൃതീശൻ പല ചർച്ചകളിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു ജോലി അതായിട്ട് അവർ PR പണി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇവരുടെ അഭിമുഖത്തിൽ വിനയാന്വിതയായി കൗതുകത്തോട് സതീശൻ പറയുന്നത് എല്ലാം കേട്ടിരുന്ന ഒരു സഹിഷ്ണുതക്കേടൊന്നുമില്ലായിരുന്നു. മൊത്തം കേട്ട ആ സന്ദർഭത്തിലെ ആ ഒരു ചോദ്യം കൂടി വന്ന അവസ്ഥ നോക്കിയേ. സതീശന്റെ ഈ ഒരു ഇന്റർവ്യൂ എടുത്തല്ലോ, ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് 150 സ്ഥലത്ത് ദേശീയപാത തകർന്ന് തരിപ്പണമായി. ദേശീയപാത 150 സ്ഥലത്ത് തകർന്ന് തരിപ്പണമായി. ഈ നിർമ്മാണം നടക്കണേ 4 സ്ഥലത്ത് തകർന്നു. ശരിയാണ്, നമ്മളത് ചർച്ച ചെയ്തു. 4 സ്ഥലത്ത് തകർന്നതിന് 150 എന്ന് പറയുക. അപ്പൊ എത്ര ശതമാനം ഇരട്ടിയാണ് നുണ പറയുന്നത്? ഓരോന്ന് എടുത്ത് പരിശോധിക്കുക. ഇത് മാത്രമാണ് UDF ഇപ്പൊ പറയാനുള്ളൂ. ആ 150 സ്ഥലം യാത്ര ചെയ്തല്ലേ നമ്മൾ അങ്ങോട്ട്. അല്ല, ഒരു ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾക്ക് ഒന്ന് തിരുത്താമായിരുന്നല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ. കണ്ടല്ലോ. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നും പറയാത്തടത്താണ് പ്രശ്നം. അതായത് മറിച്ചൊരു ചോദ്യം. ദേശീയപാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 6000 കോടി രൂപ സർക്കാർ ഈ നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുത്ത് കടം മേടിച്ച് കൊടുത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തപ്പോൾ ദേശീയപാത വന്നു. ആ ദേശീയപാത നിർമ്മാണത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? 150 എടുത്ത് പൊളിഞ്ഞു. ആധികാരികമായിട്ട് ആൾക്കാരെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാര്യം നമ്മൾ എന്ത് ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത് പറയണം. അതായത് ചെറിയ സംഭവമാണെങ്കിലും പർവ്വതീകരിക്കണം. എന്നാലേ ആൾക്കാരുടെ ഇടയിൽ നമുക്കൊന്ന് അങ്ങനെ സംഭവിച്ചോ എന്നൊരു തോന്നൽ വരുള്ളൂ. അത് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ എന്ന് പറഞ്ഞ് അതിന് കോറസ് പാടിക്കൊണ്ടിരുന്ന വ്യക്തിയുടെ ചോദ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത്രേ. ഒരു അവതാരകയുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്, ഇങ്ങനെ പറയാൻ പാടില്ല, ദേശീയപാത അങ്ങനെ തകർന്നു. തിരിച്ച് ചോദ്യമില്ലാതെ ഞാൻ വേറെ ചോദ്യം ചോദിച്ചത്രേ. വേറെ ചോദ്യം എന്ന് പറഞ്ഞാൽ സുഖം തന്നെയാണ്, എന്തുണ്ട് വിശേഷം, കണ്ടിട്ട് കുറേ ആയല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോകാമോ എന്ന് ചോദിക്കുന്നതാണ് മാധ്യമപ്രവർത്തനമെന്ന് ബഹുമാനപ്പെട്ട സ്മൃതീശൻ കരുതിക്കളയരുത്. അങ്ങനെ ചെയ്യുന്നിടത്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നത്. നിങ്ങൾ നിഷ്പക്ഷമാണെന്ന് നാട്ടിൽ ഒരു മനുഷ്യനും പറയില്ല, നിങ്ങൾ പക്ഷമുള്ളവരാണ്. പക്ഷെ പക്ഷം പിടിക്കുന്ന സമയത്ത് പച്ച കള്ളങ്ങൾ പറയാൻ കൂട്ടുനിന്നാൽ അത് ജനങ്ങളെ തുറന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിന് 2 ഉദാഹരണമാണ് ഈ അരുൺകുമാർ എണ്ണി ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉത്തരം മുട്ടിയതിന് ശേഷം വെള്ളം കുടിക്കുന്ന ദൃശ്യം, അല്ലെങ്കിൽ ചൂട് വെള്ളം എടുത്തങ്ങ് കുടിക്കുകയാണ്. എന്ത് ചെയ്യും? വിയർത്ത് പോകുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. അതിലും പിന്നാലെ ചോദിച്ച ചോദ്യത്തിലുമുണ്ട് എന്താണ് നമ്മുടെ നാട്ടിൽ ഈ നേരിൻ്റെ പക്ഷത്തിനെ അല്ലാതെ, അതായത് കഴിവുകേടുകളെ ന്യായീകരിക്കുക, ഡയലോഗുകളെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുക, കഴിവുകെട്ടവരെയെല്ലാം വലിയ മഹാത്മാക്കളായിട്ട് നമ്മുടെ നാട്ടിലെ ചില മാധ്യമപ്രവർത്തകർ, ചിലല്ല ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകർ വെള്ളപൂശി ഇറക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു യഥാർത്ഥ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അത് പൊളിയുന്ന സന്ദർഭത്തിൽ അറിയാതെ വെള്ളം കുടിച്ചു. ഗുന്നായ്മയുമായിട്ട് ഇല്ലാത്ത ആരോപണം ഇന്ന് ഉന്നയിച്ചുകൊണ്ട് വരും. ഇത് അവരുടെ തൊഴിലാണ്, ശീലമാണ്. ഒറ്റ കാര്യം, 1-ാം തീയതി 178 പേർക്ക് വീട് കൊടുക്കും. ഒറ്റ വീടിന് തറക്കല്ലിടാത്ത കോൺഗ്രസ് അതിലും കുറ്റം പറയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പരിപാടികളോട് യോജിക്കാനല്ല. കപ്പല് പോയിട്ട് ഒരു ബോട്ട് പോലും വരില്ല. അവിടെ ക്രെയിൻ വരുമ്പോ ഉദ്ഘാടനം നടത്തുകയാണെന്ന് പറഞ്ഞ അതേ പ്രതിപക്ഷ നേതാവ് ചിരിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ പോയി ഉദ്ഘാടനത്തിന് നിൽക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ഇവരുടെ തൊഴിലാണ്. പ്രതിപക്ഷം എന്നാൽ എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമായി കേരളത്തിലെ പ്രതിപക്ഷം അതമ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഭരണത്തിൽ തുടരണ്ട എന്ന് കഴിഞ്ഞ 2021 കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞത്.